വീഡിയോയിലേക്ക് സ്വാഗതം. +2 ഹിസ്റ്ററിയുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ ചാൻസുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റ് ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രഹ്മി ഖരോഷ്ടി ലിപികൾ വായിച്ചത് ആരാണ് ബ്രഹ്മി ഖരോഷ്ടി ലിപികൾ വായിച്ചെടുത്തിട്ടുള്ളത്? ആരാണ്? ഉത്തരം ജെയിംസ് പ്രിൻസപ്പാണ് ബ്രഹ്മി ഖരോഷ്ടി ലിപികൾ വായിച്ചെടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ മഗധൻ രാജാവ് ആര്? അതായത് ആദ്യമായി മഗധ ഭരിച്ച രാജാവ്, ഭരണാധികാരി ആര്? നമുക്കറിയാം 16 ജനപദങ്ങളിൽ വെച്ച് ഏറ്റവും വലുതാണ് മഗധ. അപ്പം ആദ്യത്തെ മഗധ രാജാവ് ആരാണ്? ബിംബിസാരനാണ് ആദ്യത്തെ മഗധയുടെ രാജാവ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത്? ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രഗുപ്ത മൗര്യൻ്റെ രാജ്യസദസ്സിലെ ഗ്രീക്ക് അംബാസഡർ ആരായിരുന്നു? ആരാണ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ രാജ്യസദസ്സിലെ ഗ്രീക്ക് അംബാസഡർ? മെഗസ്തനീസ് ആണ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ രാജ്യസദസ്സിലെ ഗ്രീക്ക് അംബാസഡർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഡിക്ക എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഇൻഡിക്ക എന്ന പുസ്തകം എഴുതിയത്? ആരാണ്? മെഗസ്തനീസ് ആണ് ഇൻഡിക്ക എന്ന പുസ്തകം എഴുതിയത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം രചിച്ചത് കൗഡില്യനാണ് അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം രചിച്ചത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, മുദ്രാരാക്ഷസം എന്ന നാടകം എഴുതി തയ്യാറാക്കിയത് ആരാണ് മുദ്രാരാക്ഷസം എന്ന നാടകം തയ്യാറാക്കിയത്? വിശാഖദത്തനാണ് മുദ്രാരാക്ഷസം എന്ന നാടകം എഴുതിയത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ, ദേവാനാം പ്രിയദർശിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദേവാനാം പ്രിയദർശിൻ എന്നറിയപ്പെടുന്നത് അശോക ചക്രവർത്തിയാണ് ദേവാനാം പ്രിയദർശിൻ എന്നറിയപ്പെടുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, നാണയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ് അഥവാ നാണയശാസ്ത്രം. അഥവാ നാണയശാസ്ത്രം. പത്താമത്തെ ക്വസ്റ്റ്യൻ, കൊത്തുലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എപ്പിഗ്രഫിയാണ് കൊത്തുലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനം. 11ാമത്തെ ക്വസ്റ്റ്യൻ, മഗധയുടെ ആദ്യത്തെ തലസ്ഥാനം ഏതാണ് മഗധയുടെ ആദ്യത്തെ തലസ്ഥാനം? രാജഗ്രഹയാണ്. പിന്നീടാണ് അത് പാടലിപുത്രത്തിലോട്ട് മാറ്റിയത്. അപ്പോൾ മഗധയുടെ ആദ്യത്തെ തലസ്ഥാനം രാജഗ്രഹയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 12ാമത്തെ ക്വസ്റ്റ്യൻ, മഗധയുടെ രണ്ടാമത്തെ തലസ്ഥാനം ഏതാണ്? പാടലിപുത്രയാണ് മഗധയുടെ രണ്ടാമത്തെ തലസ്ഥാനം. 13ാമത്തെ ക്വസ്റ്റ്യൻ, ധർമ്മതത്വം പ്രചരിപ്പിക്കാൻ അശോകൻ നിയമിച്ച ഉദ്യോഗസ്ഥന്മാർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ധർമ്മതത്വം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അശോകൻ നിയമിച്ച ഉദ്യോഗസ്ഥന്മാർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ധർമ്മമഹാമാത്രന്മാർ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ധർമ്മമഹാമാത്രന്മാർ. 14ാമത്തെ ചോദ്യം, മൗര്യൻ മന്ത്രിസഭ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് മൗര്യൻ മന്ത്രിസഭ അറിയപ്പെടുന്നത്? മന്ത്രി പരിഷത്ത് എന്ന പേരിലാണ് മൗര്യൻ മന്ത്രിസഭ അറിയപ്പെടുന്നത്. 15ാമത്തെ ചോദ്യം, ദേവപുത്ര എന്നറിയപ്പെടുന്നത് ദേവപുത്ര എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത് ആരാണ്? കുഷാന ചക്രവർത്തികളാണ് ദേവപുത്ര എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്നത്. 16ാമത്തെ ചോദ്യം, ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ് ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചത്? ശ്രീഗുപ്തനാണ് ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചത്. 17ാമത്തെ ചോദ്യം, പ്രയാഗ പ്രശസ്തി രചിച്ചത് ആരാണ് പ്രയാഗ പ്രശസ്തി രചിച്ചത്? പ്രയാഗ പ്രശസ്തി? ഹരിസേനനാണ് പ്രയാഗ പ്രശസ്തി രചിച്ചത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സമുദ്രഗുപ്തനാണ്. 19ാമത്തെ ചോദ്യം, കുടുംബത്തിൻ്റെ തലവനും യജമാനനുമാണ് ഗഹപതി എന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ യജമാനനും തലവനും ഗഹപതി. 20ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രാഹ്മണന് ദാനമായി നൽകിയ ഭൂമിയാണ് അഗ്രഹാര എന്ന് വെച്ചാൽ ബ്രാഹ്മണന് ദാനമായി നൽകിയ ഭൂമി. 21ാമത്തെ ചോദ്യം, ഗുപ്തന്മാരുടെ സ്വർണ്ണ നാണയങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ദിനാർ എന്ന പേരിലാണ് ഗുപ്തന്മാരുടെ സ്വർണ്ണ നാണയങ്ങൾ അറിയപ്പെട്ടിരുന്നത്. 22ാമത്തെ ചോദ്യം, ഭരണകർത്താവിൻ്റെ മുദ്രയും പേരുമുള്ള നാണയങ്ങൾ നിർമ്മിച്ചത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ആരാണ് ഭരണകർത്താവിൻ്റെ മുദ്രയും പേരുമുള്ള നാണയങ്ങൾ തയ്യാറാക്കിയത്? ഇന്തോ ഗ്രീക്കുകാരാണ് അങ്ങനെ ചെയ്തത്. 23ാമത്തെ ലാസ്റ്റത്തെ ചോദ്യമാണ് ഈ പാഠത്തിൽ നിന്നുള്ള, ശിലാലിഖിതങ്ങളിൽ എഴുതിയിരിക്കുന്നതിനെ കുറിച്ച് പഠിക്കുന്നതാണ് പാലിയോഗ്രഫി. ശിലാലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനം എപ്പിഗ്രഫി, അതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് പാലിയോഗ്രഫി. അപ്പം
രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നും ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ വീഡിയോ മാക്സിമം കണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം.